ഹലോ. ഹലോ, യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഡീകാർബണൈസേഷന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പേര് അൻവർ മേത്തർ എന്നാണ്, വടക്കാഞ്ചേരിയാണ്. ഏതാ വണ്ടി? ഇന്നോവയാണ്. ഇന്നോവ. ഇന്നോവ. 12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സാധാരണ നമ്മൾ വണ്ടി മൂവ് ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ടോപ്പ് ഗിയർ ഇട്ട് പോകുമ്പോൾ ഈ ടോപ്പ് ഗിയറിൽ നമ്മൾ ആക്സിലറേഷൻ അധികം കൊടുക്കാതെ ഒരു നോർമലി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വണ്ടിയുടെ. ആ അതായത് വണ്ടി അത്രയധികം സ്ലോ ആയാൽ തന്നെയും ആ ഒരു നോർമലി ലെവലിൽ ഇങ്ങനെ നല്ല സ്മൂത്തിൽ പോകും വണ്ടി. ഓക്കെ. ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വരാതെ അത്ര അവസാനം വന്നാലാണ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ടോപ്പ് ഗിയറിൽ അങ്ങനെ പോകുമ്പോൾ തന്നെ ജെർക്കിങ് വരികയാണ് വണ്ടി. അതാണ് എൻ്റെ പ്രശ്നം. ഇതിപ്പോ ഏത് ഇയർ? 2013. ഓക്കെ. ടോട്ടൽ കിലോമീറ്റേഴ്സ് 2 lakh കഴിഞ്ഞിട്ടുണ്ടാവും. 2 lakh ആയിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ കാർബൺ കൊണ്ടാണ്. ഒരു 65% കേട്ടോ അല്ലേ? ആ ആ 65%. എന്താ കാര്യം ചെയ്യണമെങ്കിൽ 4000 കിലോമീറ്റർ വരെയുള്ള ഒരു കാർബൺ ഉണ്ടാവുന്നുണ്ട്. ഡീസൽ ബേൺ ചെയ്യുമ്പോഴാണ് വണ്ടി ഓടുന്നത്. ആ ഡീസൽ കത്തുമ്പോഴുന്ന വേസ്റ്റേജ് ആണ് കരി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊരു 4000 കിലോമീറ്റർ വരെ ഉണ്ടാവുന്ന കരി അത് ശരിക്കും നല്ലതാണ് വണ്ടിക്ക്. അതാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ പതുക്കെ ഓടാൻ പറയണത്. ഒരു കരി കോട്ട് ചെയ്യാനും ഓയിൽ കയറി ലൂബ്രിക്കേറ്റ് ചെയ്യാനാണ്. ഓയിൽ അതില് ഗ്രീസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഓയിലാണ് വഴുവഴുപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ വരുന്ന ഓരോ കിലോമീറ്ററിൽ വരുന്നത് കരിയും എക്സസ് ആണ്. അപ്പൊ ഒരു 25,000-30,000 ആകുമ്പോഴേക്കും എക്സസ് കരി ആയിരിക്കും. ഈ എക്സസ് കരി വരുന്നത് ഒന്ന് ഹെഡ്, പിസ്റ്റൺ, മാനിഫോൾഡ്, കമ്പസ്റ്റൻ ചാമ്പർ, അതേപോലെ വാൾവുകൾ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് വരിക എഞ്ചിനില്. അപ്പൊ ഇതില് കരി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എയർ ഫിൽറ്ററിനുള്ളിൽ കൂടെ വരുന്ന എയർ ഇതിനുള്ളിലേക്ക് കടന്നു പോവില്ല. എയർ ഫിൽറ്റർ നല്ലതാവണം ഒന്ന്. രണ്ടാമത്തെ, ആ എയർ ഓക്സിജൻ ജനറേറ്റ് ചെയ്തിട്ടാണ് ഫ്യൂവലിനെ കത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അവിടെയും പ്രശ്നം വന്നു. ഫ്യൂവലിന്റെ കത്തല് മര്യാദ കിടക്കില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ശരിക്ക് ഇപ്പോ ഈവൻ ടൊയോട്ടയിലായാലും ശരി, വേറെ എവിടെ ചെയ്യുമ്പോഴും അതെ, വർക്ക്ഷോപ്പിൽ ചെയ്താലും അതെ, ഇത് ഈ 4-5 ഭാഗങ്ങൾ അയച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 45,000 റുപ്പീസ് വരും. അതെ അതെ. ഇവിടെ ഞങ്ങൾ ആ കൂടിയിട്ട് 4,500 കാർബൺ അരമണിക്കൂറിനുള്ളില് കരി കളയുന്നു. അതേപോലെ ഇൻജക്ടേഴ്സ് ക്ലീൻ ചെയ്യണം അതിന്റെ കൂടെ തന്നെ. അപ്പൊ ഈ ഇൻജക്ടർ ക്ലീൻ ചെയ്യാൻ ഇവരൊരു 10,000-3,500 വാങ്ങിക്കും അഴിച്ച് ക്ലീൻ ചെയ്യാൻ. ഇവിടെ കരി കളയലും ഇൻജക്ടേഴ്സും കൂടി ഇത്രേ വരുള്ളൂ. ഇന്നോവ ആയതുകൊണ്ട് 3/4 മണിക്കൂർ വേണ്ടി വരും. CC ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള പവർ കൊടുക്കണം അതിലേക്ക്. ഹൈഡ്രജന്റെ, ഓക്സിജന്റെ, ഗ്യാസിന്റെ ഔട്ട്പുട്ട് കൊടുക്കണം. അതിലാണ് ഓരോ വണ്ടികൾക്കുള്ള ആ കോസ്റ്റില് വ്യത്യാസം വരും. അതെ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്രയും കോസ്റ്റില് ഈ 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച കരിയിലേക്ക് തന്നെയല്ലേ ഓയിൽ ഒഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഓയിലിന് 500-1000 കിലോമീറ്റർ ലൈഫ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഈ ഓയിലിലും അഡിക്റ്റീവ്സ് ഉണ്ട്. വെറൊരു ഓയിലല്ല അത്. അതില് സൾഫർ അങ്ങനെ കുറെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ നേരെ ഈ കരിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത്, കരിയിലേക്കെന്നല്ല, ഈ ഓയിൽ മാറ്റുമ്പോ 15-20 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഇത് കലങ്ങും. കലങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഇതിൽ 4-5ഓളം അഡിക്റ്റീവ്സ് അത് നേരെ വർക്കൗട്ട് ആവില്ല. പിന്നെ അത് ചൂട് കൺട്രോൾഡ് ആവില്ല, ഫ്രിക്ഷൻ കറക്റ്റ് ആവില്ല, ക്ലീനിങ് കൃത്യമായിട്ട് നടക്കില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ നടക്കാതെ പോകും. ഓയിൽ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ ഈ അഡിക്റ്റീവ്സിനെ കൊണ്ടുപോകാനുള്ള വാഹിനി മാത്രമാണ്. പക്ഷെ എല്ലാരും നോക്കുന്നത് ഈ ഓയിൽ കറക്കുണ്ടോന്നാ നോക്കണേ. ഓയിൽ കറുത്താൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ വിസ്കോസിറ്റിയിൽ മാറ്റം വരരുത്. അതായത് സാറിപ്പോ 5-30 ഗ്രേഡ് എന്നുള്ള ഒരു തന്നെയാണ് സാർ ഒഴിക്കുന്നത് അതിലെ വിസ്കോസിറ്റിയിലെ വ്യത്യാസം വരും. അപ്പൊ ഈ 5-30 ഗ്രേഡ് ഓയില് ശരിക്കും 8-9 മാസമാണ് ലൈഫ്. ശരിക്കും ഈ 9 മാസം വരെ നിലനിൽക്കണം എന്നാണ് ആ ഓയില് അതേ വിസ്കോസിൽ നിൽക്കണം. പക്ഷെ കരി വരുമ്പോ അത് മാറി 500-1000 ആകുമ്പോഴേക്കും ഇത് മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് വണ്ടിയുടെ സ്മൂത്ത്നെസ് കാര്യങ്ങള് അതിൽ വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഇപ്പുറത്തെ എയർ കൃത്യമായിട്ട് വരുന്നുണ്ട്. ചിലപ്പോ ഒരു ജർക്കിങ് ഉണ്ടാവാം. അതേപോലെ തന്നെ വണ്ടിയുടെ മൂവ്മെന്റിലെ ഡിഫറൻസ് ഉണ്ടാവാം. നമ്മുടെ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ കുറവ് ഉണ്ടാവാം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹൈഡ്രജന്റെ, ഓക്സിജന്റെ, ഗ്യാസിന്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ട് അത് ബേൺ ചെയ്ത് അത്. ഇന്ന വേറെ കാര്യം, ഈ കരി 100% പോകാൻ പാടില്ല, 70% പോകാൻ പാടുള്ളൂ.
അത് 30% അവിടെ കിടക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പ്രൊട്ടക്ഷൻ ആണ്, ചൂടിൽ നിന്ന് പാർട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത് കറക്റ്റ് ആയിട്ട് കിടക്കണം. അപ്പൊ ഞങ്ങളുടെ വെച്ചാൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള മാത്രമേ പോവുള്ളൂ. എന്നാൽ അത് അഴിച്ച് പണിയുമ്പോൾ 100% പോകും. എഞ്ചിൻ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് അത് ഡേഞ്ചറസ് ആണ്. പെട്ടെന്ന് എഞ്ചിന് പണി വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതിൽ 70% മാത്രം 30% അതിൽ ഡൗൺ ചെയ്യും. വണ്ടി സാധാരണ പോലെ ഉപയോഗിക്കാം. അത് എന്റെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയല് നമുക്ക് നാളെ നമ്മുടെ ഈശ്വരഭാഗ്യം കൊണ്ട് വരാതിരിക്കട്ടെ, നമുക്കൊരു ഹാർട്ടിന് ബ്ലോക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ പ്രിക്കോഷൻ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. ഇതേപോലെ തന്നെ ആ വണ്ടിക്കും പ്രിക്കോഷൻ എടുക്കണം. നിങ്ങൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് കളയണം. വരുന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. അത് ക്ലീൻ ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കരി കളഞ്ഞതിന് ശേഷം മാത്രം ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയണത്. ഇത് ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഓരോ 10,000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ 9 മാസം കൂടുന്തോറോ കൂളന്റിൽ വെള്ളം ഒഴിക്കണം. എല്ലാവരും കൂളന്റിന്റെ ഉള്ളിൽ മിക്സ് ചെയ്യാം. ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല. അതില് ഡിസ്റ്റിലറി വാട്ടർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ഈ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഇത് ചെറിയ ചെറിയ പൈപ്പ് ലൈനിൽ കൂടെ പോകുമ്പോ അവിടെ കറക്റ്റ് ആയിട്ട് ഫ്ലോ നടന്നില്ലെങ്കിൽ അവിടെ തുരുമ്പ് വരും. എന്നാൽ ഡിസ്റ്റിലറി വാട്ടർ ആണെങ്കിൽ ഇല്ല, പ്രശ്നമില്ല, അതിന്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അത് ശരിക്കും അതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് അതിൽ തുരുമ്പ് വരാതിരിക്കുള്ളൂ. ബേസിക്കലി ഇത് മാത്രമേ ഉള്ളൂ. ഡീകാർബണൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന കാര്യം സാറ് പറഞ്ഞ ഒറ്റ വാക്കും. അതായത് ബേസിക്കലി ഇതൊരു ഇതാണ് ഒരു കാർഡിയാക് ഒരു ചെറിയൊരു ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയാം വേണമെങ്കിൽ. അത്രയേ ഉള്ളൂ. വണ്ടിയുടെ ഇത് വെള്ളം 200 കിലോമീറ്റർ ഓടി വരുമ്പോ ഒരു 1 ലിറ്റർ വെള്ളം കുറയുന്നുണ്ട് റേഡിയേറ്ററിൽ. അത് സാറ് കൊണ്ടുവരും. ഇവിടെ എല്ലാം ഉണ്ട്, ഗാരേജുകാർക്കുണ്ട്. അപ്പൊ ആ പ്രോബ്ലം ആദ്യം കാണുക, രോഗം കണ്ടതിന് ശേഷം മാത്രം ചികിത്സിക്കുക. അപ്പൊ സാറ് വന്നു കഴിഞ്ഞ് ഇതെല്ലാം നോക്കാം. നമുക്ക് 20 മിനിറ്റ് ഞങ്ങൾ ജനറൽ ചെക്കപ്സ് ഉണ്ട്. അതെ, ഇത് കഴിഞ്ഞതിന് ശേഷം സാറിനെ ബോധിപ്പിക്കും ഇന്ന കാര്യങ്ങളാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. സാർ ഒന്ന് ഇറങ്ങൂ എന്തായാലും. സാർ എവിടെയാ വടക്കാഞ്ചേരിയോ? ഞാൻ താമസിക്കുന്ന വടക്കാഞ്ചേരി, പ്രോപ്പർ എറണാകുളമാണ്. മേത്തർ ഫാമിലി. എന്നാ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് സാറ് വരണേ? ഞാൻ വരുന്നത് തൃശ്ശൂര് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ്, അതായത് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ. അവിടെ എനിക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇത് ആകെ 1.5 മണിക്കൂർ മതി കേട്ടോ. അതെ അല്ലേ. പേരെന്തായിരുന്നു? വേണു. യൂട്യൂബർ ചെയ്തെങ്കിലും വേണുചേട്ടൻ ചെയ്ത ആ ഒരു വേണുചേട്ടന്റെ സംസാരവും അതേപോലെ ആ ഒരു ബോഡി ലാംഗ്വേജ് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ്, അതേപോലെ തന്നെ നല്ലൊരു കുടുംബത്തുള്ള ഒരാൾ സംസാരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ്. എന്തായാലും സാറ് വരും എന്തായാലും. സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിനും സംസാരിച്ചതിനും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറേ. താങ്ക് യു.